കാണണം. എമ്പുരാൻ കണ്ടോ? എന്താണ് എമ്പുരാനെ പറ്റിയുള്ള അഭിപ്രായം? വൺ ടൈം വാച്ച് ഒരു തവണ കാണും. ഒരു തവണ കാണാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിൽ 3 hours കൂടിപ്പോയി കണ്ടിരിക്കാം. അതിനെക്കാട്ടാണ് ഇത് പിന്നിൽ നടന്ന കളിയാണ്. ഞാൻ ഇപ്പോൾ എല്ലാവരും എന്നെ ഇല്ലാറ്റിന് വിളിക്കുക. എമ്പുരാൻ ഇറങ്ങുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു അതേപടി ഇറങ്ങിയിരിക്കുക. നമ്മുടെ പൃഥ്വിരാജ് ആൻറ്റി പെരുമാൻ ശരിക്കും പണിയെടുത്തു. നന്നായി ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എല്ലാ സിനിമയിലും നന്നായി ചെയ്യുന്നുണ്ട്. ഓണത്തിക്കാണ് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് അതിലൊക്കെയാണ് പ്രശ്നം. ലാലേട്ടൻ ഒരു സിനിമയിൽ മോശമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഷോക്കായി. ഫസ്റ്റ് ഹാഫ് പുള്ളിയുടെ മുഖം മാറും. കാരണം വൻ ചതിയാണ്. മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്ന് മോളെ നല്ല പണി ചെയ്യാം. കാരണം ഭരത് ഗോപിയും സുകുമാരനെല്ലാം അവർ റീപ്ലേസ് ചെയ്താണ് ലാലേട്ടൻ പറഞ്ഞത്. അവർ വൈകാരിക അവർക്ക് ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാം നല്ല കളിയാണ്. രാഷ്ട്രീയപരമായിട്ടാണ് ഈ ഒരു സിനിമ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിൻ്റെയും മറ്റേ മുരളി ഗോപിയുടെ പ്ലാനിങ് ആണ് സിനിമ ഓടാൻ വേണ്ടി. ഇപ്പോൾ എഡിറ്റർ വേർഷൻ വരുമ്പോൾ ഇനി ആൾക്കാർ വീണ്ടും പോയി കാണും. ഞാൻ പണ്ടേ പറഞ്ഞാൽ ഞാൻ ഈ ഇറങ്ങാൻ മുമ്പ് പറഞ്ഞാണ് ജനങ്ങൾ മലയാളികൾ മണ്ടന്മാരായി, തമിഴന്മാർ പോലെ മലയാളികൾ മണ്ടന്മാരാവും. മാക്സിമം കാശ് അവർ ഊറ്റിയെടുക്കുന്നു മാർക്കറ്റിങ്ങിലൂടെ. ചേത്താൻ പറഞ്ഞോളി ഇത് മാർക്കറ്റിംഗ് എന്നല്ല, ഇതിപ്പോൾ തട്ടിപ്പെന്ന് പറയുന്നത്. ഞാനും ഈ സിനിമ കണ്ട ആളാണ്. പക്ഷേ എനിക്ക് വൺ ടൈം വാച്ചിട്ട് ഒരു തവണ കാണാം. എനിക്ക് ഈ സിനിമ വളരെ ലൂസിഫറിൻ്റെ അത്ര വന്നിട്ടില്ല. എന്നാൽ ഞാൻ പറയുന്ന ഈ സിനിമ ലൂസിഫറിനേക്കാളും മികച്ചതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ലാലേട്ടന്റെ ഫസ്റ്റ് എൻട്രി ആണെങ്കിൽ തന്നെ ബോളിവുഡ് സ്റ്റീഫൻ നെടുമ്പള്ളി വേഷമല്ലേ, അത് ലാലേട്ടനെ പറ്റില്ല, വേറെ പറ്റില്ല. എബ്രാം ഖുറേഷിയുടെ അത് ഏറ്റവും പറ്റിയ മമ്മൂട്ടിക്കാണ്. അത് എനിക്ക് തോന്നിയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മമ്മൂട്ടിൽ പണി വെച്ചിട്ടുണ്ട്. മല്ലിക സുബാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അമേരിക്കയിൽ. കാരണം ലാലേട്ടനെ അടുത്ത ചാൻസ് ഇടാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത പടം മമ്മൂട്ടിയായിട്ടായി. എന്തുകൊണ്ട് മമ്മൂട്ടി ലാലേട്ടനെ ആദ്യം വിളിയും ചെയ്തു? കാരണം ലാലേട്ടൻ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായി വന്നു. എന്തുകൊണ്ട് പൃഥ്വിരാജ് രാജ്യത്തിൽ പടം പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ക്യാഷ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ക്യാഷ് ഒന്നും മോഡലിന്റെ ലൈക്ക വിമാനം എന്തുകൊണ്ടാണ്? ലൈക്ക വിമാനം കാരണം എന്താണ് എല്ലാം സിനിമയുടെ ക്വാളിറ്റി കാരണം. എന്തുകൊണ്ട് ഡയറക്ടറെ പൃഥ്വിരാജിന് ഒരു പാർട്ട്ണറാവാൻ കോൺഫിഡൻസിലാണ് പോയത്? അവസാനം ലാലേട്ടന്റെ പേരിലുമായി ഗോകുലിനുമായി. ലാലേട്ടൻ വന്ന ആള് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ കാശം കിട്ടില്ല. ഡിസ്ട്രിബ്യൂഷൻകാർ കൊണ്ടുപോകും, പിന്നെ തിയേറ്ററുണ്ട്, അവസാനം കുറച്ചേ കിട്ടും. ലാലേട്ടൻ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാശിനാൻ വേണ്ടിയാണ്. പുള്ളിക്ക് എക്സ്ട്രാ സിനിമ ചെയ്യാൻ വേണ്ടിയാണ്. മലയാള സിനിമയുടെ മാർക്കറ്റ് കൂട്ടാണ്. നല്ലൊരു ഉദ്ദേശത്തോടെ പുള്ളി ചെയ്യും. പണ്ട് പുള്ളിക്ക് ഒരുപാട് കാശ് പോയത്. പക്ഷെ അത് ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഇനി ഇതിന്റെ മൂന്നാം ഭാഗം ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മോഹൻലാൽ ഇവരെ അടുപ്പിക്കില്ല. പൃഥ്വിരാജിനെയും മറ്റേ മുരളിഗോപി അടുപ്പിക്കില്ല. പുള്ളിയുടെ ഒരിക്കലും അടക്കിയ പുള്ളിയുടെ മുഖം ശരിക്കും മാറി പടം കണ്ടിറങ്ങിയപ്പോ. പുള്ളി റിവ്യൂ കണ്ടിട്ടില്ല. ഇതിന്റെ കൂടെ ആന്റി ബേബാറും കളിക്കുന്നുണ്ട്. ഈ ആന്റി ബേബാർ മോഡലിന് ശരിക്കും ചതിക്കുക. അതാണ് എനിക്കുള്ള അഭിപ്രായം. ഇത് ലാലേട്ടൻ പടം കണ്ടിട്ടില്ല, ലാലേട്ടന് പടത്തിനെ പറ്റി ഒന്നും അറിയില്ല, പുള്ളിയുടെ ഭാഗം പുള്ളി അഭിനയിച്ചിട്ട് പോയി, പുള്ളി അങ്ങനെ അറിയില്ല എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിന് ഇത് അറിയില്ല എന്ന് പറയുന്നത് ശുദ്ധ നോണയാണ്. പല സിനിമകളും ലാലേട്ടൻ അഭിനയിച്ചിട്ട് അങ്ങനെ പുള്ളി കാണാറില്ല, പുള്ളി കാണാൻ സമയമില്ല. ഈ ഭാഗത്ത് ലാലേട്ടൻ ഗുജറാത്തിന്റെ ഭാഗത്ത് നല്ല കളികാരാണ്. റിവ്യൂ പുള്ളി കാണിച്ചിട്ടില്ല. ഇനി എന്തായാലും L3 വരാൻ പോകുന്നില്ല, മോളെ അടുപ്പിക്കാൻ പോകുന്നു. പഞ്ചതി നടന്നു. മാത്രമല്ല മല്ലിക സുകുമാരൻ വലിയ ഡയറക്ടർ, അവർ കള്ളം പറയുന്ന ആളാണ്, ഒരുപാട് കള്ളം പറയുന്ന ആളാണ്. അവർ പറയുന്ന മുഴുവൻ കള്ളത്തമാണ്. അവരിപ്പോൾ എനിക്ക് അടുത്ത് പിടിക്കാൻ പോകുന്ന മമ്മൂട്ടിയാണ്. എന്തുകൊണ്ട് ലാലേട്ടനെ ആദ്യം അപ്രോച്ച് ചെയ്യും? കാരണം ലാലേട്ടൻ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ വലിയ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പോലെ ലാലേട്ടൻ അപ്രോച്ച് ചെയ്യണം. എന്തായാലും പഞ്ചതിയെ സുകുമാരനോ ലാലേട്ടനോ ചെയ്ത് പ്രശ്നമുണ്ടായി. ആ വൈരേഖയ്ക്കാണ് ഈ സിനിമയെ പറ്റി ലാലേട്ടൻ അറിയാമെന്ന് ആന്റണി പെരുമ്പാവൂർ പിന്നീട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂർ പൃഥ്വിരാജിന്റെ ടീമാണ്. പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ശരിക്കും പണിയിച്ചിട്ടുണ്ട്. ഓക്കെ ആണെന്ന് പറഞ്ഞ് ശരിക്കും ഇതിലാണ് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. കാരണം ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ഓളായിട്ട് പോകുന്നല്ല. എന്തായാലും കിടിലൻ സിനിമയാണ്. കിടിലൻ പറയാൻ പറ്റില്ല. ലൂസിഫറിന്റെ അത്രയില്ല. വൺ ടൈം വാച്ച് ഇവരാണ് കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്. 3 hours കൂടി പോയി. ഇപ്പോൾ കണ്ടിരിക്കാം. ഈ ഡിഗ്രേഡിങ് വരുമ്പോൾ ആൾക്കാർക്ക് പടം മോശമൊന്നല്ല. എന്തായാലും ഞാൻ നേരത്തെ പറയുന്നത് സാമ്പത്തികമായിട്ട് വിജയമായി കഴിഞ്ഞു. അത് റിലീസിന് മുമ്പേ ആയി. പിന്നെ ഈ മലയാളികളും ഫാൻസുകാരും മട്ടന്മാരെ വിട്ടു തെളിയിച്ചു. ഇനിയിപ്പോൾ OTT റിലീസ് ചെയ്യല്ലോ. അപ്പോൾ ഭയങ്കര കളക്ഷൻ ചെയ്യുന്നുണ്ട്.